കുടുംബശ്രീ ശാന്ത വെൽക്കം ഇവിടെ. ഇത് തന്നെ നമ്മുടെ പരിപാടി തന്നെ അല്ലേ നമ്മ വിജയണ്ണ തൂക്കിയല്ലോ ഉണ്ടാക്കും. അപ്പൊ കുതന്ത്രോ താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർ ചാറ്റ്. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം, എല്ലാവർക്കും വെൽക്കം. ഗൈസ് ഞാനൊരു കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇത് തിരിക്കുക, മറിക്കുക, റെസൊല്യൂഷൻ മാറ്റുക, ഇത് ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റത്തില്ല. കാരണം ഈ ഗെയിമിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ഗൈസ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക്, ഓൾ വീൽസ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതിന് ഞാനൊരു ഫിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. വേറെ ഫിക്സ് ഒന്നുമല്ല, ഈ മോണിറ്റർ ചെറുതായിട്ട് ബാക്കിലോട്ട് ഇറക്കി വെച്ചിട്ട് നിങ്ങളെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ഒരു നോർമൽ മോണിറ്റർ വെക്കുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഇത്രയും വൈഡ് മോണിറ്ററിൽ നിന്ന് നിങ്ങളെ സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? അതാണ് പ്രശ്നം. നൈറ്റ് ലൈവ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. അതുകൊണ്ട് ആകെ ഉള്ള ഞങ്ങൾ 2 ദിവസമായിട്ട് ഞാനും ഗൂഗിൾ ഇത് ഫുള്ള് ചെക്ക് ചെയ്ത്, പക്ഷേ ഒരു രക്ഷയില്ല. ഇത് മാറ്റുക എന്ന് പറയണത് അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അടുത്ത ഞാൻ ഉടനെ മോണിറ്റർ മറ്റേത് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ വരും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഡെവിൻ ബ്രോ താങ്ക് യു സോ മച്ച് ₹100 സൂപ്പർ ചാറ്റ്. ഹായ് ഡെവിൻ ബ്രോ. അണ്ണൻ്റെ എക്സ്പീരിയൻസ് കുറയില്ലേ? ലൈവ് ചെയ്യുമ്പോൾ മാത്രം അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഇവിടെ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ ഇവിടെ വാ വണ്ടി ഓടിച്ചോ, വാ കഴിക്കൊണ്ടിരിക്കണോ? അതിന് മുഖത്തെ തുടച്ചു കൊടുത്തേ. ഇത് ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഇത് സ്റ്റിയറിംഗ് വീൽ എനിക്ക് കിട്ടിയല്ല ലൈവ് ഇടാൻ പറ്റുള്ളൂ. ലൈക്ക് അടിക്കാതെ എല്ലാത്തിനും ചൂണ്ടി ജോക്കർ പറ താങ്ക് യു സോ മച്ച് അതൊക്കെ 10 ഖത്തർ റിയാൽ. സോ ഗൈസ്, അപ്പം അങ്ങനെ എലക്ഷൻ റിസൾട്ട് വന്നു. UDF തൂക്കി. ആൻഡ് എന്താ പറയുക, നമ്മളിവിടെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി പറയാനും സംസാരിക്കാനും അല്ല വന്നത്. നമുക്ക് വേണ്ടുന്നത് ചേഞ്ചസ് ആണ്. നമുക്ക് വേണ്ടുന്നത് ചേഞ്ചസും നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്കുള്ള ഇതൊക്കെ വരിക, അതൊക്കെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഇനി തന്ന വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഇലക്ഷൻ സമയത്ത് നമുക്ക് തന്ന കുറച്ച് വാഗ്ദാനങ്ങളും കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് വെറും വാക്കായി പോവാതെ അത് കീപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അല്ലാതെ വേറെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്ത പാർട്ടി തന്നെ ജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നമുക്ക് വേണ്ടുന്നത് ഈ പറയണത് പോലത്തെ ഇതാണ്. ആൻഡ് എന്താ പറയുക, വേറെ ഒരു കാര്യം കൂടെ പറയാം. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ ഇതാക്കിയിട്ട് പറഞ്ഞാലും ഒരു തോൽവി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇത്രയും നാൾ കഴിഞ്ഞ 10 വർഷം നമുക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത LDF സർക്കാരിനെ ആണെങ്കിലും നമുക്ക് തള്ളി പറയാനൊന്നും പറ്റത്തില്ല. സോ അവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് UDF സർക്കാരിനും നല്ല രീതിയിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗൈസ്. ഞാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്. ഒരു സിനിമാ നടൻ, നോർമലി നമ്മുടെയൊക്കെ നാട്ടിൽ സിനിമാ നടന്മാർ ഇലക്ഷന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇലക്ഷന് നിന്ന് അവർ ഒരു സീറ്റൊക്കെ ജയിച്ച് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ സെയിം സൈഡിൽ നിങ്ങൾ തമിഴ്നാടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിനിമാ നടൻ കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് അത് നിർത്തിയിട്ട് 2 വർഷം കൊണ്ട് ഫോം ചെയ്ത പാർട്ടി വർഷങ്ങളായിട്ട് റൂൾ ചെയ്തവരുടെ മോളിൽ ഡോമിനേറ്റ് ചെയ്ത് ജയിക്കുക എന്ന് പറയണത് ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയെ സോഷ്യൽ മീഡിയ ഫുള്ള് എല്ലാവരും കളിയാക്കിയായിരുന്നു. കൊച്ചു പിള്ളേർക്ക് എവിടെടാ വോട്ട്, ഇവരൊക്കെ പോയി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞ മീൻസ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. എത്ര നാളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ടാണ് പുള്ളി വന്ന് ആ ഒരു സാധനം, ഒരു റെവല്യൂഷണറി ചേഞ്ച് എന്ന് തന്നെ പറയാം. അമ്മാതിരി ഒരു സാധനമാണ് പുള്ളി കൊണ്ടുവന്നത് ആ പൊളിറ്റിക്സിൽ. തമിഴൻസ് മണ്ടന്മാർ ബ്രോ, ഞാൻ പറയട്ടെ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടാവും. ഒരു ചാൻസ് കൊടുത്താലല്ല നമുക്കറിയാൻ പറ്റുള്ളൂ ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ചാൻസ് കിട്ടിയിട്ട് പുള്ളി അത് മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കളിയാക്കാം. ചാൻസ് കൊടുത്തിട്ട് നമുക്ക് പുള്ളി സിനിമയിൽ കാണുന്ന വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പുള്ളിയെ കളിയാക്കാം. പക്ഷേ ഒരാൾക്ക് ആ ചാൻസ് പുള്ളി ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ബ്ലൈൻഡ് വോട്ടേഴ്സ് ഉണ്ടാവില്ല ഉറപ്പായിട്ടും. കാരണം ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പറയാം കേസ്, ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹായ് അണ്ണ, അണ്ണൻ്റെ ബിഗ് ഫാനാണ്, അണ്ണൻ്റെ ലൈവ് കാണുമ്പോൾ പ്രത്യേക സന്തോഷമാണ്, എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്, ലവ് യു സോ മച്ച്.
കണ്ണൻ ചിവിച്ചു ബ്രോ താങ്ക് യു സോ മച്ച് ₹100 സൂപ്പർ ചാറ്റ്. ചേട്ടാ ഞാൻ വരുന്നുണ്ട് ദേവട്ടിനെ കാണാം. എക്സ്പീസ് വാടാ അണ്ണ ഹായ് ബ്രോ ആയി നിൽക്കും ബ്രോ. ഹൈപ്പർ ക്രൂസ് ബ്രോ താങ്ക് യു സോ മച്ച് 100. അമൽ ഹുസൈൻ ബ്രോ താങ്ക് യു സോ മച്ച് പട്ടി അണ്ണ ഉമ്മ. ഇവിടെ വേറൊരു കാര്യമുണ്ട്, എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പുള്ളി പൊളിറ്റിക്സിലേക്ക് വന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ഇതായിട്ടില്ല. ബട്ട് സ്റ്റിൽ പുള്ളിക്ക് ഈ ഹെയ്റ്റ് വരുന്നത് പുള്ളിയുടെ സിനിമയുടെ ഹെയ്റ്റേഴ്സാണ്. പുള്ളിയുടെ സിനിമയുടെ ഹെയ്റ്റർ അല്ലെങ്കിൽ പുള്ളിയുടെ ഫിലിമിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്റ്റാർസിൻ്റെ ഫാൻസാണ്. കാരണം പുള്ളിക്ക് ഹെയ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്നും ചെയ്തു പോലും തുടങ്ങിയില്ല. മനസ്സിലായ? ലെറ്റ് ഹിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പുള്ളി എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് പോണതെന്ന് നോക്കിയിട്ട് നമുക്ക് ഹെയ്റ്റ് പറഞ്ഞാൽ പോരെ. അതാണ് ഏറ്റവും നല്ലത്. സത്യം പറഞ്ഞ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. വേറൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഗെയിം കളിക്കുന്നു ഗെയിമിലെ ഹെയ്റ്റ് നമ്മൾ വെളിയിലോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമിനെ നമ്മൾ എടുത്തിട്ട് അടിച്ചതിൻ്റെയോ അങ്ങനത്തെ വല്ല ഫ്രസ്ട്രേഷനും ആയിരിക്കാം. സോ എല്ലാവർക്കും സ്റ്റീവ് പോരും ചേട്ടാ. ഈ പാവം പയ്യനെ പറഞ്ഞു വൈറ്റ് ഓക്കെ മോനെ വെൽക്കം സ്ട്രീമടാ. ഗൈസ് ഈ ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും സംസാരിക്കാം. നോ കൊണയെന്നോ കൊണയൊക്കെ ഉണ്ട്. പൊളിറ്റിക്സ് ഇടണ നമ്മൾ എടുക്കുന്നില്ല. അയ്യോ അടാ അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിയെ പറ്റി പറയാനുള്ളൊരു ഇതല്ലടാ. നമുക്ക് ഈ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഗൈസ് ഇത്. ഈ ബ്രോ വാട്സപ്പിൽ നോക്കണേ. അടുത്തൊരു കാര്യം ഉണ്ടാകും. ഞാൻ നിക്കുമ്പോഴോട് സംസാരിച്ചിട്ടുണ്ടെന്ന് നോക്കണേ ബ്രോ. ഞാൻ ലൈവ് വേണ്ടി ചെക്ക് ഔട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് 100. FPP ഇടണം. FPP ഇട്ടുതരാം ഗൈസ്. ഈ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ വണ്ടി പോതഞ്ഞേ ആ സംസാരിച്ച് ചെളിക്കാത്തോണ്ടിട്ട് ഞാൻ കേട്ടാ. ഹലോ കര കയറി. ബിഗ് ഫാൻ ആണ് മനു ബ്രോ താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർ ചാറ്റ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇതൊരു കിടിലൻ കളിയായത്. ഇതൊരു വിഷയം കളിയാണ്. ഇത് 1 GB ഉള്ളൂ, 1.7 GB ഉള്ളൂ ഈ ഗെയിം. FPP വേണ്ട, ഇടക്കിടയ്ക്ക് ഞാൻ മാറ്റിയിട്ടോളാം. താൻ എന്ത് മനുഷ്യനാണോ, തനിക്ക് എല്ലാ ദിവസവും ലൈവ് ഇട്ടൂടെ, യൂട്യൂബിൽ ഫുൾ ബോറടി എല്ലാ ദിവസവും ഇട്ടോണം എന്തായാലും ഒരു ഉമ്മ. കസ്തൂരി ബ്രോ താങ്ക് യു സോ മച്ച് ₹100 സൂപ്പർ ചാറ്റ്. പറ്റുമ്പോഴൊക്കെ ലൈവ് ഇടാൻ ബ്രോ. സ്റ്റീവിൻ്റെ കൂടെ സ്റ്റീവ് വരും. ഞാൻ ഡിസ്കോഡിൽ ഒന്ന് കയറിയിരിക്കട്ടെ. സ്റ്റീവിടെ വരട്ടെ. സ്റ്റീവിടെ വന്നിട്ട് നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം. ഞാൻ അതിന് മുമ്പ് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഗെയിം ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ വന്നതാണ്. സോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എടാ ഇത് എത്ര പേര് കാണുന്നുണ്ട് ലൈവ്? എല്ലാവരും വന്ന് ഇത് എന്ത് 4.6K. ഓക്കെ. എല്ലാവർക്കും വെൽക്കം ഗൈസ്. എല്ലാവർക്കും വെൽക്കം. ലൈവ് വിജയ് CM ആവോ? എത്ര 116 സീറ്റ് എന്തോ വേണ്ടേ? അത്രയും കിട്ടിയില്ലല്ലോ. അലയൻസ് ഇല്ലാതെ ആവാൻ പറ്റും. എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി, അതുകൊണ്ട് ഞാൻ വലുതായിട്ടൊന്നും പറയാനില്ല. സോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം. ആവാൻ പറ്റുമോ? അതെങ്ങനെ? ഇപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയും കൂടെ മിക്സ് ആയിട്ട് പോകാൻ പറ്റും. അതാ ഞാൻ ചോദിച്ചാൽ. അലയൻസ് ഇല്ലാതെ പറ്റൂലല്ലോ. അലയൻസ് ഇല്ലാതെ പറ്റത്തില്ല. അലയൻസ് ഇല്ലാതെ എങ്ങനെ? അതാ ഞാൻ ചോദിച്ചാൽ. അലയൻസ് വേണ്ടേ? ഇപ്പം ഞാൻ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ DMK ADMKയും കൂടെ ഒരുമിച്ച് ചേർന്ന 124 സീറ്റിന് മുകളിലായില്ലേ? അപ്പൊ പിന്നെ അവർക്കല്ലേ ഇതാ വരുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നീ വിജയിക്കാണോ വോട്ട് ചെയ്തേ? പിന്നെ അല്ലാണ്ട്. പക്ഷേ ഈ വട്ടം UDF ഇവിടെ ജയിക്കാത്തോണ്ട് ഈ തൂക്കി ചുവന്ന കരകളോടെ ചേരുന്നത് വിജയിക്കാട്ടോ. ഈ വട്ടം തൂക്കി ചുവന്ന കരകളോടെ ആക്കിയിട്ട് വിജയുടെ വിതരണം വരുവേ. ഞാൻ രാവിലെ ഒരു 25 സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. പെട്ടെന്ന് ന്യൂസ് നോക്കിയപ്പോൾ 90 കാണിക്കുന്നു. ഞാൻ ഉറങ്ങിപ്പോയി എണ്ണീറ്റപ്പോ ഇവിടെ ചാറ്റൊക്കെ കത്തണ് നോക്കിയപ്പോ. യോറിച്ചി ബ്രോ താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർ ചാറ്റ്. വെൽക്കം സ്ട്രീം. എടാ സ്റ്റീവിനെ ഒന്ന് വിളിക്കോടാ. അല്ല ഞാൻ വിളിക്കാം. ജൂനിയർ പരുന്തവിടെ ഇപ്പൊ വരും. വണ്ടിയുടെ സ്റ്റിയറിംഗിന്റെ സൗണ്ട് കേട്ടാ, ഇത് ഓണാക്കിയ സൗണ്ട് കേട്ടാ ഇപ്പൊ വരും. ഞാൻ സ്റ്റീവിനെ വിളിക്കാം. ഈ നൈറ്റ് ഞാൻ സ്കിപ്പ് ചെയ്ത് കളയട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഗെയിമിന്റെ നൈറ്റ് കണ്ടാൽ വെറുക്കോടെ. ഈ നൈറ്റ് ഒരു രസമില്ല. പെട്രോൾ ഓഫ് ചെയ്തിടാ. പെട്രോളിനൊക്കെ എന്താ വില? ഇനി പാർട്ടി മാറിയിട്ട് ഇനി വിലയൊക്കെ കുറഞ്ഞാലേ ശരിയാവുള്ളൂ. പെട്രോളിനൊക്കെ ഭയങ്കര വിലയാ. ഇത് ഡീസലല്ലേ? ഇത് ഡീസൽ വണ്ടിയാ. F1 കളിക്കോ? F1 കളിക്കോ? ഇന്ന് F1 അല്ല, ഇന്നിതാ.
സ്നോ റണ്ണർ മഡ് റണ്ണർ 2 ഇയേഴ്സ് കളിച്ച ഗെയിമാണ്. വെഹിക്കിൾ പാച്ച് കളിച്ച് കളിക്കാൻ പറ്റിയ ഗെയിമാണെന്നോ? പാച്ചിട്ട് കളിക്കാൻ പറ്റിയ ഗെയിമാണ്. സ്നോ റണ്ണർ, ഇത് സ്നോ റണ്ണർ അല്ലടാ, സ്നോ റണ്ണർ ഡെവലപ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഗെയിമായത്. ഇത് മഡ് റണ്ണർ എന്ന് പറയുന്നതിന്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 1.7 GB ഉള്ളു ഈ ഗെയിം. പക്ഷേ ഈ ഗെയിമിൻ്റെ ഫിസിക്സ് ഉണ്ടല്ലോ വേറെ ലെവലാണ്, പറയാതിരിക്കാൻ വയ്യ. ഗ്രാഫിക്സ് ഒന്നും വലിയ സുഖമില്ല. ഗ്രാഫിക്സ് ഇതാണ്, നിങ്ങൾ കാണുന്ന ഇതാണ് ഇതിൻ്റെ മാക്സ് ഗ്രാഫിക്സ്. മാക്സ് ഗ്രാഫിക്സ് ഇത്രേ ഉള്ളൂ, ഇതിന് മുകളിലോട്ട് ഗ്രാഫിക്സ് ഇല്ല ഇതിന്. ബട്ട് ഇതിൻ്റെ ഫിസിക്സും ഇത് ഭയങ്കര രസമാണ്. അതായത് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം. ഇതിന് കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇത് കണ്ട, ഈ മാപ്പിലെ ഏരിയാസ് ഒന്നും അൺഡിസ്കവേർഡാണ്. ഇതൊക്കെ നമ്മൾ ഡിസ്കവർ ചെയ്യണം പോയിട്ട്. ഈ മാപ്പിൽ ഇത്രേ ഉള്ളൂ. ഇത് കണ്ട, ഈ മാപ്പിൽ ഇത്രേ സാധനങ്ങളേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ പോയി ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിക്കണം ഈ പാത്തുകളെല്ലാം. അങ്കൂർ സാഗുരു താങ്ക് യു സോ മച്ച്. അത് AD50 കെമിസ്ട്രി ഇല്ലടാ, കെമിസ്ട്രി ഇല്ല. ഫ്രീ ഗെയിമാണോ? അല്ല, 1100 രൂപയാണ് ഇപ്പൊ ഈ ഗെയിമിന്റെ വില. കാണാൻ പറ്റില്ല. ഇത് MRC മാക്കാണ്. ആ മാക്കാണ് മാക് ഗെയിമിംഗ് എന്ന് കിടക്കും. MRC മാക്ക് എന്നല്ല അവന്റെ പേര്. ആണോ? ആ മാക്കേ വെൽക്കം സ്ട്രീമടാ. വാ ഒരു ദിവസം വാ. വോത്താണോ ബ്രോ? വോത്താണോ എന്ന് ചോദിച്ചാൽ ഈ ഗെയിം കുറച്ച് ഈ റഷ് മൈൻഡ് ഉള്ള മൂഡ് ആൾക്കാർക്ക് പറ്റിയൊരു സാധനമല്ല. അങ്ങനത്തെ ഒരു സാധനമല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പേസിൽ നിങ്ങൾക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. അല്ലാതെ ഈ പറയണതുപോലെ മറ്റേ പെട്ടെന്ന് അടിച്ചടിച്ച് തീർക്കുക അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്ത് വർക്കാകത്തില്ല. ഇത് ഇങ്ങനെ ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് ഇങ്ങനെ തലയിലൊരു തോർത്തൊക്കെ കെട്ടി, ഞാനൊരു തോർത്തെടുത്തോണ്ട് വരട്ടെ, തോർത്തൊക്കെ കെട്ടിയിരിക്കുകയായിരുന്നു തലയിൽ. ഇതിപ്പോൾ പോയി ലോഡ് എടുക്കണം എനിക്ക്. ഇവിടുന്ന് തടിമില്ലിൽ പോയി ലോഡ് എടുത്തിട്ട് ഈ തടിമില്ലിൽ അത് നിറച്ചിട്ട് ഇത് കൊണ്ടുവന്ന് മറ്റേ ഇവിടെ കൊണ്ട് കൊടുക്കണം. കുറച്ച് ടാസ്ക്കുള്ള പണിയാണ്, എന്നാലും നമുക്ക് ചെയ്യാം. F1 അടുത്ത ദിവസം F1 സ്റ്റിയറിംഗ് വന്നിട്ട് F1 എടുത്തോടാ. F1 ഗ്രൈൻഡ് ചെയ്തിട്ടിരിക്കുക. ഗെയിം നെയിം മഡ് റണ്ണർ. മാപ്പ് എവിടെ? എടാ മാപ്പില്ല ഇതിന് മാപ്പില്ല. നമുക്ക് എങ്ങോട്ടേലും പോകണമെങ്കിൽ ഇത് ഇങ്ങനെ ഞെക്കി നോക്കണം, മനസ്സിലായി? ഇതുണ്ടാ, ഇതിങ്ങനെ ഞെക്കി നോക്കിയിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കണ്ടുപിടിച്ച് വേണം പോവാൻ. സാഗുരു ബ്രോ ഞാൻ ഇതാക്കി. സാഗുരു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 50 AD. ഹലോ എടാ സെർവറിന് എന്താ പറ്റി? എടാ സെർവറിന് നമ്മുടെ സെർവറിൻ്റെ സൈഡ് ഇഷ്യൂ അല്ല, ഹോസ്റ്റിൻ്റെ സൈഡ് ഇഷ്യൂ ആണത്, മനസ്സിലായോ? അതായത് ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ വെളിയിൽ നിന്ന് എടുത്തേക്കുന്ന തേർഡ് പാർട്ടി ഹോസ്റ്റിലല്ലേ, അവരുടെ ഹോസ്റ്റിൻ്റെ എന്തോ മെയിൻ്റെനൻസ് ആയിരുന്നു. അത് തിരിച്ച് വന്ന ഉടനെ ഇതുണ്ടാവും. ഇന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് നമ്മുടെ ടർഫ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം ചെയ്യാൻ പോണേ, വണ്ടി ഞാൻ വേറെ കൊടുക്കുവാണ്. അല്ലെങ്കിൽ ഇവിടെ അടിനാശം വെള്ളപ്പൊക്കവും അതും ഇതുമൊക്കെ ആവുന്ന. പിടിച്ചോ. പോട്ടെ. വലത്തോട് തിരിയടാ. ഇല്ല 109 തന്നെ. ഇടത്തോട് തിരി. പോട്ടെ. ഈ സൈഡ് പിടി. ഇങ്ങോട്ട് പിടി. ഈ സൈഡ് പിടി. പിടി. പോട്ടെ. ഇടത്ത് തിരിയട്ടെ. സ്റ്റിയറിംഗ് ചെയ്ത് വിടല്ലേ, വണ്ടി കൺട്രോൾ പോവില്ലേ? കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് പോലെ എന്താ സ്കൈഡോസ് ബയോളജിയിൽ മിടുക്കനല്ലേ? അവന്റെ സെക്കൻഡ് അക്കൗണ്ട് ആണ്. ടിവിക്ക് നോക്കി റിസാൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. എടാ വണ്ടിയിൽ ലോഡ് അടിക്കടാ. നീ നേരെ നോക്കിയല്ലടാ വണ്ടി ഓടിക്കണ്ടേ? വെല്ലോടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നേ? ഇവിടെ ഹോൺ അടിച്ചേ. അതല്ലല്ലോ, ഇതല്ലേ ഹോണ്. ഇത് ഹോണടി. ഹോണടി. എടാ സ്റ്റീവിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ, അവനിപ്പോ വരാന്ന് പറഞ്ഞ് പോയതാ. ദേവൂട്ടിനുള്ള ഫാമ്പേഴ്സിനുള്ളത്. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണാ ഒരു 1000 തരാമോ? ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ബൈ കുമാർ ബ്രോ താങ്ക് യു സോ.
മൈക്ക് മ്യൂട്ട് ചെയ്തടാ അവൻ. എടാ മൈക്ക് തൊട്ട് മ്യൂട്ട് ചെയ്യാൻ നിന്റെ അടുത്ത് ആര് പറഞ്ഞു? സ്ട്രീമിന്റെ മൊത്തം കൺട്രോൾ എടുക്കല്ലേ, സ്റ്റിയറിംഗ് മാത്രം മതി. ഇപ്പം ഡോമിനേറ്റ് ചെയ്യണം നീ വന്നത് ഉടനെ. മൈക്ക് മ്യൂട്ട് ചെയ്തതാ ഗൈസ്. കള്ളൻ കള്ളൻ. ഡേയ് കുറച്ചുകൂടെ പ്രായമാകുമ്പോ ഗിയറിലോട്ട് വരാം. ആദ്യം സ്റ്റിയറിംഗ് ബാലൻസ് വരുത്ത്. ആ സ്റ്റിയറിംഗ് പിടിച്ചാൽ മതി. റോളക്സ് ബ്രോ താങ്ക് യു സോ മച്ച്. SR10 കേറി ഡോമിനേറ്റ് ചെയ്യണം. ഇപ്പോഴേ ലൈവ് ഇടാനുള്ളതില്ല കേട്ടാ. കമന്റ് വായിക്കണോ ഇനി? എന്നാ കമന്റൂടെ വായിച്ച് റിപ്ലൈ പറ. സൂപ്പർ ചാറ്റിനൊക്കെ നന്ദി പറ. പയ്യെ ഓരോ ലെഗസി പയ്യെ ഏൽപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അവൻ ആദ്യമേ എല്ലാം വേണം. പോവാണോ? നന്ദിയുണ്ട്. ദേവോട്ടനുള്ള ബോക്സ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അങ്കൂർ സാബ്ഗുരു ബ്രോ താങ്ക് യു സോ മച്ച് 50 AD. ദേവൂട്ടേ സാബ്ഗുരു ബ്രോ നിനക്ക് കഴത്തിലെന്തോ കൊണ്ടുവരുന്നത് ചേട്ടാ. അയ്യോ സാബ്ഗുരു ബ്രോ ഭയങ്കര നിർബന്ധം. PS6 എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നതിന്റെ അന്ന് തന്നെ മേടിച്ച് തരണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. ഞാൻ ഒന്ന് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഭയങ്കര നിർബന്ധമാണ്. ഇപ്പൊ ഊണിലും ഉറക്കത്തിലും PS6 എന്നാ പറയണേ. ഇത് നമുക്കാവ് വരുന്നവരെ ഈ OXC ബ്രോ താങ്ക് യു സോ മച്ച് 100. ടിവിക്ക് തൂക്കി കൈൻ സൈക്ലോൺ ബ്രോ താങ്ക് യു സോ മച്ച് 8036.99. അണ്ണാ അങ്ങോട്ട് മാറി ഇരുന്ന് പയ്യൻ കളിക്കട്ടെ. സ്നൈപ്പേ താങ്ക് യു സോ മച്ച് 200. ലോഡ് എടുക്ക്. എടാ ലോഡ് എടുക്കണമെങ്കിലേ നമുക്ക് എവിടെ പോകണമെന്നറിയാവോ? ലോഡ് എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വണ്ടി എവിടെയാ? ഇവിടെ അല്ലേ? ലോഡ് എടുക്കണമെങ്കിൽ നമുക്ക് ഈ ലോക്ക് സ്റ്റേഷനിൽ പോകണോടാ. ഈ ലോക്ക് സ്റ്റേഷനിൽ പോയാലേ നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. ഈ ലോക്ക് സ്റ്റേഷൻ ഒരു ലോക്ക് സ്റ്റേഷൻ നമ്മളിപ്പോൾ പോയത് ലോക്ക്ഡാ. ആ ഈ ലോക്ക് സ്റ്റേഷനിൽ പോയിട്ട് പോയി നോക്കാം. ബാ അപ്പം എല്ലാവർക്കും വെൽക്കം. തൂക്കിച്ചുവന്ന കരങ്ങളോടെ ലൈറ്റ് ലൈവ് ആണോ? പിന്നെ ലൈറ്റ് ലൈവ് ആണോ? അത് നീ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഓൺ അടിച്ചാൽ ആ കൊച്ചെങ്ങനെ കേൾക്കാൻ? ആ കൊച്ച് ഈ അപ്പനും അട്ടാണെന്ന്. അത് ശരിയല്ലേ? സത്യല്ലേ? എടാ F1 എല്ലാവരും കളിക്കുമോ ബ്രോ? F1ന്റെ സ്റ്റിയറിംഗ് ഉടനെ വരും. എന്നിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് 40 man. അർജുൻ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ് ബ്രദർ. GPP FPP ഞാൻ മാറി ഇട്ടുതരാം കൈസ്. ഇടയ്ക്കൊക്കെ മാറ്റിത്തരാം. പക്ഷെ ഇത് കണ്ടോ കൈസ്? ഇതിന്റെ സ്റ്റിയറിംഗ് റെസ്പോൺസ് കണ്ടോ? റുസ്വാൻ ബ്രോ താങ്ക് യു സോ മച്ച് 1000 ബ്രോ. 2500 ഉണ്ടാവോ ചേഞ്ച്? എടാ സ്കൈഡാക്സ് 2500 അയച്ചു കൊടുത്തടാ. കൊടുത്തരെ. ആർക്കെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ ഇങ്ങനെ അയച്ചാൽ മതി കേട്ടാ. ആർക്കെങ്കിലും ചേഞ്ച് പുതിയ സാധനം അൺലോക്ക് ആയ ചേഞ്ച് ഇനി ചേഞ്ച് വെച്ചായിരിക്കും. ഇത് കണ്ണാപ്പി ഒന്നും ദൈവം അറിയിക്കല്ലേ. കണ്ണാപ്പി ഒന്നും ഒരിക്കലും അറിയിക്കില്ല കേട്ടോ ചേഞ്ചിന്റെ കാര്യം. സൈഗേമിംഗ് താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ് ബ്രോ. ഇതിന്റെ ഇത് കണ്ടോ? സ്റ്റിയറിംഗ് റെസ്പോൺസ് നോക്കിയേ നിങ്ങള്. ഇത് ഓടിക്കണം കൈസ്, എന്നാലേ നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാകത്തുള്ളൂ. ഇത് ഓടിച്ചു പോണം. ഇങ്ങനെ ചെളിക്കകത്തൊക്കെ ഇറക്കി കേട്ടാ. ആ ഹൈഡ്രോളിക്സ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്ന് തെറിക്കായിരുന്നു. ഇങ്ങനെ ഇരുന്ന് എടാ അയച്ചു കൊടുക്കണേ മറക്കല്ലേ. വണ്ടി കണ്ടാ ചരിഞ്ഞൊക്കെ പോണ പടികൾ ഭാഗത്തുള്ളത്. അണ്ണാ ഇതിന്റെ മോഡ് കണ്ടിട്ടുണ്ടോ? സീനാണെന്ന്. ഇതിന്റെ മോഡ്സ് ഉണ്ടല്ലേ? സ്പീഡിൽ പോ അങ്ങോട്ട് ബ്രോ. ഈ വണ്ടിയേ നിങ്ങളെ വിചാരിക്കണ പോലല്ല. ഇത് ചെളിയാ. ചെളിയിൽ സ്പീഡിലൊന്നും പോവില്ല. ഇതിന്റെ മാക്സ് ഞാൻ ഗിയർ മാറി കാണിച്ചു തരാം. നോക്കിയോ. ആ ഇവിടെ ലെഫ്റ്റിൽ. ഹലോ അയ്യോ റിവേഴ്സ് എടുക്കട്ടെ. പഴയ വണ്ടിയാ, പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ല. അണ്ണാ സുഖമാണോ? സുഖമാണോ ബ്രോ? താങ്ക് യു സോ മച്ച് 100. സ്റ്റേഷൻ ഇവിടെ ഉണ്ട് കേട്ടാ. ഇവിടെ ഉണ്ട്. ഞാൻ തടിയേറ്റാൻ പോണേ. വാടാ പറപ്പിച്ച് വിടണ്ട. മര്യാദ ഓടുന്ന തന്നെ ഭാഗ്യം.
ന്യൂട്രൽ ഇട്ട് വണ്ടി നിർത്തട്ടെ. കണ്ട ലോഡ് നമുക്ക് ഈ ലോഡേ കയറ്റാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ. വാടാ വാടാ. ഇനി അനങ്ങിയൊന്നുമല്ല, നോക്കിക്കോ. ലോഡ് കയറ്റി കഴിഞ്ഞോണ്ടല്ലോ പിന്നെ നമ്മള് പ്രൊഫഷണലാ. ആ സൗണ്ട് ഒക്കെ കേട്ടോ, എന്ത് രസമാടാ. 1 GB ഉള്ളൊരു ഗെയിമിൽ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് 2 ഇൻവെന്റ് ചേഞ്ച്. റിസീവറോ എടാ, റിസീവറൊക്കെ 40 രൂപ ചേഞ്ച് കൊടുത്തേ. ഇത് എവിടെ കൊണ്ട് കൊടുക്കണോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ലംബർ എവിടെയാ? 8/8 റിവ്യൂ അവിടെ ഇത് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ നിങ്ങൾ കണ്ട ഈ 8 എണ്ണം ഡെലിവറി ചെയ്തത് എൻ്റെ പെണ്ണുമ്പിള്ളയാണ്. ഞാൻ ഒരു ദിവസം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രിയുള്ള തലേ തോർത്തൊക്കെ കെട്ടി ഇവിടെ ഇരുന്ന് 8 ലോഡ് ലംബറിൽ കൊണ്ടുപോയി ഇത് ചെയ്ത്. എനിക്ക് 1 രൂപയുടെ ചില്ലറ വേണമെന്ന് പറഞ്ഞു. എടാ ചില്ലറായിട്ട് കൊടുത്തേടാ. അവള് തലക്കെട്ടൊക്കെ കെട്ടി ഇവിടെ 8 ലോഡ് കൊണ്ട് ഇവിടെ അടിച്ചവള്. ഇനി എനിക്കുണ്ടല്ലോ, എനിക്ക് ഇവിടെ 8 ലോഡ് അടിക്കണം. ഇതാ ഇവിടെ ഈ ലംബറിൽ. ഈ ലംബർ വരെ എങ്ങനെ പോവും? ഈ ബ്ലോക്ക് പോസ്റ്റ് ക്ലോസ്ഡാ. ഇത് എങ്ങനെ പോകൂടാ ഇത് ഇവിടോട്ട്? വേറെ ലംബർ ഉണ്ടോ? ഗറാജ്. നമുക്കൊരു കാര്യം ചെയ്യാം, കാടും മേടും ഒക്കെ തുളച്ചു പോവാം. വാ വാ ലേ വിനീത്, ഇതൊക്കെ നമ്മുടെ കയ്യിലോട്ട് കിട്ടണ അടിച്ചു കൊടുക്കൂലേ? സിദ്ദിഖ് താങ്ക് യു സോ മച്ച് 25 AD. അവൻ ഇന്നലെ ഇതായിരുന്നു പരിപാടി, ഇന്നലെ ഓടിച്ചിട്ട് രാവിലെ പോയി. നിശാന്ത് ബ്രോ താങ്ക് യു സോ മച്ച് 40. വെൽക്കം സ്ട്രീം ബ്രദർ. അങ്ങനെ പോകാൻ പറ്റുമോ? ഇവിടെ ഇത് കണ്ട, ഇത് വഴി വേറെ ഇങ്ങോട്ടുമാണ് കാണിക്കണേ. ഹലോ അണ്ണാ, സ്ക്രീൻ ഷെയർ ചെയ്താ നിനക്ക് നിക്ക്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാവേ. നീ ഇത് കണ്ടോക്കെ, നല്ല ഡിസ്റ്റർബ് കേട്ടാ. സ്ക്രീൻ ഷെയർ കാണണേ. ഓക്കെ കാണ. സെറ്റാണോ? ഇത് കൊള്ളാലോ. എടാ നീ അവിടെ കാണുന്ന നമ്മള് വലിയ തെറ്റ് കാണുന്നു. അണ്ണാ മെച്ചിരാന്റെ തേടെ എവിടെ കിട്ടുമെന്ന്. എടാ കിച്ചു റീബോണേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. TVക്ക് വേണ്ടി എനിക്കും വേണ്ടി വേറെ ചാറ്റിൽ പോയിരുന്ന് സംസാരിച്ച് സമയം കളഞ്ഞ നിനക്ക് പോയി, എനിക്കല്ല. ഞാൻ നിന്റെ അടുത്ത് പറയാം, നിന്റെ കമന്റ് ഞാൻ പലയിടത്തും കാണുന്നുണ്ട്. നീ അത്രയും പെട്ടെന്ന് ആ തൈലം മേടിച്ച് കുടിച്ച് നിനക്ക് കുറച്ച് മെച്യൂരിറ്റി വരുത്തണം, മനസ്സിലായ? ഈകളെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് പിന്നെ ഒരു പപ്സ്. ഇത് ഹോട്ടലായ ചേഞ്ച് ഇല്ല. പിന്നെ ഹോട്ടല് എല്ലാം ഓർഡർ ചെയ്യണമല്ല ഇവിടെ തന്നെ. ഈകളെ എന്റെ മാരേജ് ആണ്, വരുമോ? ഇൻവിറ്റേഷൻ DM ചെയ്യട്ടെ. ഒരു സ്ലീപ്പർ സെൽ ഫാനാണ്. ടിപ്പിക്കൽ മല്ലു ബ്രോ, ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ സന്തോഷം മാത്രം പോരാ, ഇത് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായാലേ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. കല്യാണം നന്നായിട്ട് നടക്കട്ടെ, അടിപൊളിയായിട്ട് നടക്കട്ടെ. ഉറപ്പായിട്ട് എനിക്ക് DM ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും വരാം. അടാ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗെയിമർ ലെജൻഡ് ബ്രോ സുഖമാണ്. ഭയങ്കര പരമാനന്ദം. അണ്ണാ വാൽപ്പാറ വഴി പോകണ്ട, അവിടെ കിറുക്കന്മാർ നിപ്പുണ്ടേ. ആണല്ലേ? എന്നാ എടുത്തു പിടിക്കട്ടെ. മാറ്. ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു, ഇപ്പൊ വാൽപ്പാറ സൈഡ് പിടിച്ചേനെ. എടുത്തു പിടിക്കാം. ചന്ദനം. ഇത് വെറും തടിയാന്ന് നീയൊക്കെ വിചാരിച്ച എന്താ? നമ്മൾ ലോക്കൽ തടിയായിട്ടാണ് പോണത്. ഇത് ചന്ദനമാണിത്, മനസ്സിലായ? ലോഡപ്പം എത്തും, വരാം. കൊണ്ടുവരാൻ എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. കാട്ടിനകത്തൂടെ മേട്ടിനകത്തൂടെ വരുന്നത്. ഈസി ടാസ്ക് ആണെന്നാ വിചാരിച്ചേ? വഴിവെട്ടിയാ വരുന്നത്. ഇങ്ങോട്ട് വഴിയുണ്ടോ? ഇങ്ങോട്ട് ആ മാർക്ക് പോയല്ലോ പണ്ടാരം. വണ്ടി അവിടെ നിൽക്കും, പാർക്കിംഗ് ബ്രേക്ക് കൂടെ. ആ മാർക്ക് എങ്ങോട്ട്? എടാ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാടാ. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ടാ പോണത്. ഇവിടെ വഴിയില്ല, തീർന്നാ. റിവേഴ്സ് എടുക്കണം. റിവേഴ്സ് അല്ല, നമ്മൾ അങ്ങോട്ട് വേണം പോവാൻ.
ഇതൊരു മിനി മാപ്പ് വരൂലല്ലേ? ഇല്ല അതല്ലേ വണ്ടി ഉടക്കിയേ. ഇല്ല മുകളില് നോർത്തും വെസ്റ്റും ഒക്കെ ഇല്ലേ? അതൊക്കെ നോക്കി അങ്ങ് പോയാ പോരെ? നോർത്തും വെസ്റ്റും നോക്കി പോവാം. ഇപ്പൊ ഇറക്കാം ബ്രോ. വെള്ളത്തിൽ കൂടെ പറപ്പിക്കേ. ഇത് അന്തർവാഹിനിയല്ല, ഇത് ടിപ്പറായത്. വെള്ളത്തിൽ കൂടെ പറപ്പിക്കാനോ. പണ്ടത്തെ വണ്ടിയാണ് ഇതൊക്കെ. ഇതുകൊണ്ട് ഇത് ഓടുന്ന തന്നെ വലിയ ഭാഗ്യമാണ്. മോനെ വഴി കിട്ടി, വഴി കിട്ടി, വഴി കിട്ടി, വഴി കിട്ടി. എന്റെ തടിയപ്പൊ കൊണ്ട് തരും. എടാ മുതലാളി, ഞാൻ ഒരു കാര്യം പറയാവേ. ഇത് ചെറിയ പണിയല്ല, കുറച്ച് വലിയ ടാസ്കാ. കുറച്ച് സമയം എടുക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. മറ്റേ പേടിച്ച് നിൽക്കുന്ന ഡ്രൈവറായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റൂലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ എത്തിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ തടി എടുത്തിടത്ത് തന്നെ തിരിച്ചു വന്നു. ഒരാഴ്ച മുന്നേ പറഞ്ഞ ലോഡ് ഇപ്പോഴാണ് എത്തിക്കണേ. ചന്ദനം കിട്ടണ്ടേ? കൊണ്ടുത്താന്ന് പറഞ്ഞ എങ്ങനെയാ? എന്നാ വെട്ടി കയറ്റി ഒരു 90 രൂപ. സിദ്ധാർത്ഥ താങ്ക് യു സോ മച്ച്. 100 രൂപ. എടാ ഇത് ഇതുവഴി പോവൂടാ. ഇതിനകത്തൂടെ ഒന്ന് പോയത് സ്റ്റക്ക് ആവൂടാ. നെക്സ്റ്റ് ഗോളാ. എന്താണ് തീർത്തമാരല്ലേ? തരാം ഒരു മിനിറ്റ്. ഒരു സെക്കൻഡ്. ചുവന്ന കരങ്ങളോടെ 30 മിനിറ്റ് ആയിപ്പോയി. അതാണ് പ്രശ്നം പറ്റിപ്പോയത്. വിറകേട്ടിന് വീല് വെച്ചതുപോലെ ഉണ്ടെന്നാ. എടാ വിറകേട്ടായിട്ട് തോന്നിയടാ നിനക്കിത്? ചന്ദനത്തടി അല്ലടാ, ചന്ദനത്തടി. അരമണിക്കൂർ മുന്നേ എത്താന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടില്ല. ഡ്രൈവർ ലൈസൻസ് ഇവിടെ, അത് മറക്കണ്ട. സാറ്റലൈസ് ഇടാ. താങ്ക് യു സോ മച്ച്. 100 രൂപ. വൈഷ്ണവ താങ്ക് യു സോ മച്ച്. 40. വരുന്ന വഴിയിൽ 2 വട കൂടെ കൊണ്ടുവരണേ. വട കൊണ്ടുവരാം. ഞാൻ എല്ലാം കൊണ്ടുവരാം. ഞാൻ ലോറി ഡ്രൈവറാണ്. അതാണ്. വണ്ടി ഒന്ന് വാഷ് ചെയ്യണേ. ചെയ്യാം എല്ലാം ചെയ്യാം. കണ്ട വഴി കാണിക്കുന്ന കണ്ട. പൊന്തക്കാട്ടി കൂടെ പോണമെന്ന് ഞാൻ. ഇവിടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കാടാ ഇത് എങ്ങനെ പോവെന്ന്. ഒന്ന് പറഞ്ഞു കാടാ. ഇവിടെ നേരെ പോയിട്ട് റൈറ്റ് എടുത്ത് മുകളിലോട്ട് പോകണം. ആ വഴി അങ്ങനെ പോയാലും അവിടെ ബ്ലോക്ക് പോസ്റ്റ് ക്ലോസ്ഡ് കണ്ട. എടാ ഈ ഗെയിമിൽ വീട്ടിലെത്തുമ്പോൾ മെസ്സേജ് അയക്കാൻ വീട്ടിൽ വരുന്നുണ്ട്. സൂര്യാസ് കിച്ചൺ. ഓക്കെടാ മോനെ. ഗോള് ബഗ്ഗായി. അയ്യോ അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ. അത് ഞാൻ എന്തോ ഇട്ടേക്കുന്നേ. എടാ അത് 50 ടീൽ സൂപ്പർ ചാറ്റ് ആയി പോയടാ. വെയിറ്റ് ഞാൻ റിമൂവ് ഗോൾ ഇട്ടോ. ഒന്നുകൂടാ. അത് ഓൾ കളേഴ്സ് അല്ല കൊടുത്തത്, അതാ പ്രശ്നം. എന്നാ റോഡ് ബ്ലോക്കാണ്, UDFന്റെ ആഘോഷമാണെന്ന്. എന്തൊക്കെയല്ലേ ലോഡ് കൊണ്ട് ഇന്ന് എത്തുക. ഇവിടെ കുറച്ച് ടൈമൊക്കെ എടുക്കും. പിന്നെ ഓക്കെ വെറുതെ മറ്റേ മുതലാളിയാന്നുള്ള ഡിമാൻഡ് ഇറക്കല്ലേ എൻ്റെ അടുത്ത്. കണ്ടെന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. 40. ഗോൾ ഇപ്പം ശരിയോ. ഗോൾ ബഗ് മാറും. എടാ നിനക്ക് ഈ മാപ്പ് കണ്ടിട്ട് എന്താണ് ഐഡിയ നിനക്ക് തോന്നുന്നത്? ഞാൻ ഈ മല കയറിയ ഈ വണ്ടി കയറുമോ? ഈ റൈറ്റ് റൈറ്റ് ബ്ലോക്കല്ലേ? ലെഫ്റ്റ് കൂടെ പോകാൻ പറ്റുമോ? എവിടെ? ഇവിടെ ജംഗ്ഷനിൽ പോയിട്ട് ലെഫ്റ്റ് എടുത്ത് പോകാൻ പറ്റുമോ? അവിടെ റൈറ്റിലല്ലേ ബ്ലോക്ക് ഉള്ള, ലെഫ്റ്റ് കൂടെ കറങ്ങി പോകാൻ? അല്ല ഇതാ കണ്ടില്ലേ ബ്ലോക്ക് സ്പോട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് ക്ലോസ്ഡാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഇത് കണ്ട, ഇവിടെ പോണം. ഇവിടെ പോയിട്ട് ഇതുവഴി ഇത് അൺഡിസ്കവേർഡ് വഴിയാ. ഇതുവഴി പോയി ഡിസ്കവർ ചെയ്ത വഴി കൂടെ കയറി ഇവിടെ എത്തണം. എങ്കിൽ അതായിരിക്കും എളുപ്പം. ആണാ? ട്രൈ നോക്ക്. പക്ഷെ മറ്റതിൽ ഇതേപോലെ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ വേറെ വണ്ടി കൊണ്ടുവന്ന് ബ്ലോക്ക് മാറ്റിയിട്ട് പിന്നെ പാത്തുണ്ടാക്കി പിന്നെ തടി എടുത്തിട്ട് പോയി. അങ്ങനെ സുഖമാണടാ. വണ്ടി ഇവിടെ തിരിക്കാം. ഡീസൽ കുറെ കത്തി. ഡീസൽ കുറെ കത്തി. जो अकेली रात का साथ बन जाए वो म्यूजिक. നീയൊക്കെ നിന്നോടൊക്കെ സംസാരിച്ച് കോണ പറഞ്ഞ എന്റെ വണ്ടിയുടെ ഫ്യൂല് ഡീസലില്ല വണ്ടിയില്. ചില്ലറക്കളിയാ. നമ്മൾ വീണ്ടും വന്നിടത്ത് തന്നെ എത്തുവാണല്ലോ. ശരിയല്ലേ?
എങ്ങനൊക്കെ പോയാലും വന്നിടത്ത് തന്നെ എത്തുന്നത്. ഇത് എന്തൊരു കഷ്ടമെന്ന് പറ. നമ്മൾ വന്നിടത്ത് തന്നെ എത്തി. പിന്നെ ഹലോ പോകാൻ പറ്റുമോ? പിന്നെ ഇതിനകത്തൂടെ നമ്മളെ എടാ ഞാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാടാ. വാങ്ങിക്കാൻ പറ്റുമോ? ഇത് വഴി പോണം. കൊള്ളടിക്കാതെ എന്റെ ലോഡ് കൊണ്ട് തടപ്പെട്ടത് പണിയുണ്ട്. മുതലാളി വരുന്ന കുറച്ച് ഇവിടെ UDF ജയിച്ചതിന്റെ സെലിബ്രേഷൻ റോഡെല്ലാം ബ്ലോക്ക് ആണ്. വല്ല പണി അറിയാവുന്ന കൊടുത്താൽ മതി. പെട്ടെന്ന് വരാം. ആ റോഡ് ബ്ലോക്ക് ആയോണ്ടാണ്. ക്ഷമിക്കണം റോഡ് ബ്ലോക്ക് ആയോണ്ടാണ്. പറഞ്ഞ സമയത്തിന് 10 മിനിറ്റ് പറഞ്ഞാൽ 2000 വെച്ച് പറയും. ഇല്ല പെട്ടെന്ന് വരാം. ആ ഓക്കെ. അതെന്റെ മുതലാളിയാണ്. അതിന്റെ സമാധാനം തരത്തില്ല. എടാ വാസു, ഞാൻ ചെക്ക് പോസ്റ്റിലുണ്ട്, സ്ഥിരം മറക്കണ്ട. ഇല്ല എത്തിച്ചേക്കാം. കുറച്ച് ചീഞ്ഞ ചക്ക ലോഡുണ്ട്, ഇത് കഴിഞ്ഞ് വരുമോ? കുറച്ച് ദിവസത്തേക്ക് ചക്കയെ പറ്റി പറയലായിരുന്നു. ദേവിയത് എനിക്ക് വയ്യ. ലെഫ്റ്റ് പിടിച്ചു പോയാൽ ഈ മുതലാളിക്കുണ്ടയില്ലേ, പുള്ളിക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ വായ്ത്താളം പറഞ്ഞാൽ മതി. ഈ വെള്ളത്തിൽ കൂടെ കാടും മേടും താണ്ടി വരുന്ന എന്റെ കഷ്ടപ്പാട് അറിയണോ? വേണ്ടല്ലോ. വണ്ടി തിരിച്ചു വരുമ്പോൾ ടയേഴ്സ് മാത്രം ആവരുത് കേട്ടോ. ഇല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ആദർശ് ബ്രോ. TVK ഇൻവൈറ്റ് കോൺഗ്രസ് ഫോർ അലയൻസ് ഇൻ തമിഴ്നാട്. ആണോ? പറയുന്നുണ്ട്. ആരൺ ബ്രോ, താങ്ക് യു സോ മച്ച്. 80 ആക്കി തരുമോ? ചേഞ്ച് ഇല്ലാത്തോണ്ടാണ്. എടാ ഒരു 80 രൂപ ആക്കി കൊടുത്ത. ചേഞ്ച് ഇല്ലടാ പുള്ളിയുടെ 80 രൂപ. DMK വിട്ട് വരുമായിരിക്കും. എനിക്ക് അർജന്റായിട്ട് ഒരു കിളി വേണേ. കിളിയായിട്ട് റെഡിയാവാൻ ആരും ഉണ്ടെങ്കിൽ വരണേ. കിളി വേണം എനിക്ക് അർജന്റായിട്ട്. ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റണല്ലോ ഈ പ്രഷർ ഒന്നും. എടാ ഇതുവഴി പോയ പെട്ടെന്ന് എത്തൂടാ നമ്മള്. പുതിയ വഴി കണ്ടുപിടിച്ചില്ലേ? വണ്ടി ഇവിടെ കാണുന്നില്ല. വണ്ടി ഇതേന്റെ ഞാൻ റെഡി ചെയ്ത്. ഈ ലോഡ് പറഞ്ഞ എന്ത് എടാ അളിയോ, ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്. ഈ ഒരു ഗെയിമിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഈ ലോഡ് ഇവിടെ മറിഞ്ഞെന്ന് വിചാരിച്ചോ, ഞാൻ ഇനി എവിടൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞ് വന്നാലും നമ്മുടെ ഈ മറിഞ്ഞു കിടക്കുന്ന തടിയല്ല ഈ റോഡിലുണ്ടാവും. ബ്രോ ഗെയിം ഫുൾ സ്ക്രീൻ അല്ലേ? എടാ അടുത്ത ലൈവോട്ട് ഫുൾ സ്ക്രീൻ ആവൂടാ. ഇതിപ്പോ ക്രോപ്ഡ് ആടാ. കാരണം എന്റെ മോണിറ്ററിന്റെ റെസൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ്. ഫ്യൂലൊന്നും കാണുന്നില്ലല്ലേ? നിങ്ങൾക്ക് ഫ്യൂലൊന്നും കാണത്തില്ല, അതാണ് പ്രശ്നം. അടുത്ത ലൈവിൽ അത് ഫിക്സ് ചെയ്യാം. നമുക്ക് എങ്ങോട്ടായിരുന്നു പോകണ്ടേ? ലോക്ക് സ്റ്റേഷൻ ലെഫ്റ്റിലാ ലംബർ. പക്ഷെ വെള്ളത്തിൽ കൂടെ പോവോ? എടാ വെള്ളത്തിൽ കൂടെ പോവോന്നോ? എടാ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണെന്നറിയോ ഞാന്. ഇത് നോക്കിയോ നീ ഇപ്പൊ കണ്ടോ? പ്രാർത്ഥിച്ചിട്ട് എടുക്കാനോ? എടാ ഇതൊക്കെ ഇതിൽ കൊച്ചു പിള്ളേരുടെ ഇത് നോക്കിയോ. ഞാൻ എത്ര കൊച്ചില് തൊട്ടേ ട്രക്ക് ഓടിക്കാൻ തുടങ്ങിയതാണെന്നറിയോ? കേറമേ നമ്മളവിടെ ട്രക്ക് പോവോന്ന്. തൊട്ടിപ്പുറത്ത് റോഡുണ്ട്, പിന്നെ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നേ? ഈ വണ്ടിയിൽ പെട്രോളും ഡീസലും ഇല്ല. അവിടെ കുഴിയായിരുന്നേ. ഹലോ മുഞ്ചിയാടിയാ ഞാൻ. നിങ്ങൾ കാണുന്നതാണ് കൺവേർട്ടബിൾ ട്രക്ക്. ഇപ്പൊ നമ്മള് ബോട്ടായി മാറിയിരിക്കുന്നു. കിളിയായിട്ട് ഞാൻ വരാം. ഡെയിലി 500+ ബിരിയാണി. ഓ നഷ്ടോ. അതിലും കുറച്ച് വരാൻ പിള്ളേർ റെഡിയാടാ. ചേച്ചി വരെ 8 ഓർഡർ ആക്കിയാണ്. അവിടെ പുതിയൊരു സാധനം കിടക്കണം. ഹലോ എന്ത് മാപ്പ് എന്ത്? ലംബറിലെത്തി നമ്മള്. എടാ വാസ ലോണ്ട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു.
വേറെ ട്രക്ക്. വേറെ ട്രക്ക് അൺലോക്ക് ആക്കി. അൺലോക്ക്. ആ പിന്നല്ല, മിലിറ്ററി സാധനം ഇത്. മിലിറ്ററി സാധനമാണോ അടിച്ചു നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതെന്താ കേട്ടില്ലായിരുന്നു. കേട്ടില്ല, അത് സപ്രസ് ഉണ്ടായതേ. ലംബർ ബാക്കിലാ, ലംബർ ബാക്കിലാ. ബാക്കിൽ വണ്ടി എടുത്തു. ബാക്കിൽ വണ്ടിയൊന്നും ഇല്ല. നീ എടാ എന്നെ എന്റെ എക്സ്പീരിയൻസിനെ ചോദ്യം ചെയ്യില്ലടാ പ്ലീസറാ. എടാ വണ്ടി ഇത്രയും നേട്ടം എവിടെയെങ്കിലും ഒരിടത്ത് തട്ടിയോ? ഒരു സിംഗിൾ സ്പോട്ടിൽ തട്ടിയോ? നീ പറ. ലംബറിലെത്തി ഓണടിച്ച മുതലാളി പട്ടിയെ വിളിക്കട്ടെ. ലോഡ് വന്നേ. നീ എത്തിയാ? മുതലാളി എത്തിയേ. ഹലോ. 1.5 മണിക്കൂറാണ് ലീ ലേറ്റ്. അത് ഞാൻ പറഞ്ഞ UDF ജയിച്ചതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു. ഒന്നും അറിയണ്ട എനിക്ക്. ഇത് നനഞ്ഞിട്ടുണ്ടല്ലോ, തടിയല്ലോ നനഞ്ഞിട്ടുണ്ടല്ലോ. മഴയായിരുന്നു മഴ. ഇവിടെ മാത്രം മഴയില്ല, അവിടെ എവിടെ മഴ? വരുന്ന വഴിക്ക് മഴ ഉണ്ടായിരുന്നത് മുതലാളി. നീ ഒന്ന് റൂമിലോട്ട് വന്നേ. വേണ്ടേ, പൈസ വേണ്ടേ? ആ പല്ലിലെ കമ്പി ഒന്ന് കളഞ്ഞേ. വാ. ഫുഡ് സ്പെഷ്യൽ. എന്നെ പിടിക്കാനെ വിളിക്കട്ടെ. കിരി എന്തൊക്കെ ആൾക്കാര് ദൈവമേ. രാത്രിയായി. ഓവർലോഡ് -5000. റിസേം ബ്രോ കറക്റ്റ് ആണ്. വാറ്റണ്ണ വീസിലുണ്ടോ? ഇന്നലെ പോയിന്റിന് വേണ്ടി ഇൻസ്റ്റയില് മെസ്സേജ് ഇട്ട ഞാനായിരുന്നു. കള്ള എന്റെ പോയിന്റ് തരണം. ജഡ്ജ്